ഞാനിപ്പോൾ തെക്കിൻ്റെ കാശ്മീരാണ് നിൽക്കുന്നത്, അതായത് കാന്തല്ലൂർ. ഈ കൊടും വേനൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇവിടെ തണുപ്പ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഹൈ റേഞ്ച് വി ഹോം സ്റ്റേയിലാണ്. അപ്പോൾ അവിടുത്തെ മൈക്കിളേട്ടനാണ് നമുക്ക് ഇവിടെ എല്ലാ സംഗതികളും ഒരുക്കി തന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അങ്കമാലിയിലുള്ള ബെഹനാൻ വൈദ്യരും കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണ് കേട്ടത്. ബെഹനാൻ വൈദ്യർ ഒരു ചില്ലറക്കാരനല്ല, ഒരു മർമാണി ചികിത്സാ വൈദ്യനും കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും മുകളിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്നതോടൊപ്പം നമ്മുടെ ഹോം സ്റ്റേയുടെ താഴെ കാട്ടുപോത്ത്, ആന, മാൻ, മ്ലാവ് തുടങ്ങിയ വലിയ മൃഗങ്ങളെല്ലാം വന്ന് നിൽക്കുന്നതോടൊപ്പം നമുക്കിതെല്ലാം സുരക്ഷിതമായിട്ട് കാണാമല്ലോ. അതുമാത്രമല്ല നമുക്കിവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് ചേർന്നുകൊണ്ട് ആപ്പിള്, മുന്തിരി, മാതള നാരങ്ങ എന്ന് വേണ്ട നമുക്ക് കാണാൻ ഇഷ്ടമുള്ളതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹൈ റേഞ്ച് വി ഹോം സ്റ്റേയിലേക്ക് ഞാൻ ക്ഷണിക്കുവാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ വിഷ്വലാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ മറയൂർ അതുപോലെ കോവിലൂരൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കാണാം. രാത്രിയാകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറമായിട്ട് നമുക്ക് അവിടെ ട്രക്കിംഗ് ഉണ്ട്. ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ രാവും പകലും ഒക്കെ ട്രക്കിംഗ് ഉണ്ട്, കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട് പല റേറ്റിലുള്ളത്. നമുക്കിവിടെ പൈസയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം. അപ്പോൾ ഇതിലും നല്ല ഒരു സ്ഥലം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വായോ കേട്ടോ.